അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ റമളാനും പെരുന്നാളവധിയും കഴിഞ്ഞ് തുറക്കുകയാണ്. വിജ്ഞാനമെന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഒന്നുമല്ലാതിരിക്കുന്ന മനുഷ്യനെ ഉന്നതിയിലേക്കെത്തിക്കുന്ന വലിയ മഹത്തായ ഒരു സവിശേഷമായ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ, അതുപോലെ തന്നെ ലോകത്ത് മുൻകഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും, അവരെല്ലാവരും ഒരു വേള ഒരക്ഷരം പോലും അറിയാത്തവരായിരുന്നു. അവരെല്ലാം അക്ഷരലോകത്തേക്ക് ആദ്യ അക്ഷരം കുറിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. അവർ പിന്നീട് ലോകത്തിൻ്റെ ചരിത്രത്തെ നിർണയിക്കുന്ന വലിയ നേതാക്കളും മഹാത്മാക്കളൊക്കെ ആയി. അവർ മാറിയത്, അവർക്ക് അഡ്രസ്സുണ്ടായത്, അവർ വലിയ മഹാന്മാരായി മാറിയതെല്ലാം വിജ്ഞാനത്തിൻ്റെ വലിയ സാഗരത്തിലേക്ക് അവർ ഊളിയിട്ട് പോയി എന്നതാണ്. അതുകൊണ്ട് ഇന്ന് അക്ഷരം കുറിക്കുന്ന, ഈ അധ്യയന വർഷത്തിൽ അക്ഷരം കുറിക്കുന്ന എത്ര ആളുകൾ, എത്ര കുരുന്നുകൾ നാളെയുടെ വലിയ വാഗ്ദാനങ്ങളായി മാറും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ വലിയ വിദ്യാ ആരംഭത്തെ വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അതിലുപരി വലിയൊരു ചരിത്രത്തിൻ്റെ നിയോഗമായി തന്നെ നാം കാണുകയും ആ കുരുന്നുകൾക്ക് വലിയ സന്തോഷത്തോടെ കാര്യങ്ങൾ നീക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അവരുടെ മാർഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഇൽമിൻ്റെ വഴിയിലേക്ക് അവർ കടക്കുമ്പോൾ അതിന് വലിയ പ്രോത്സാഹനവും വലിയ സന്തോഷങ്ങളും നൽകി അവരെ വിജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാക്കളും ഗുരുജനങ്ങളും മദ്രസ മാനേജ്മെൻറ്റുമെല്ലാം ശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യം മതവിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ മതവിദ്യാഭ്യാസത്തിനും ധാർമ്മിക വിദ്യാഭ്യാസത്തിനും ഒരു മൂല്യവും കൽപ്പിക്കാതെ അതൊക്കെ ഒരു സൈഡ് പോലെ ഇങ്ങനെ നടന്നു പോകുന്നു എന്ന, അല്ലെങ്കിൽ നടന്നു പോകേണ്ട ഒന്നാണ് എന്ന നിലയിൽ ഉള്ളൊരു സമീപനമാണ് ചിലരെങ്കിലും സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു മാർഗം മാറി മതവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകി, അത്ര തന്നെ പ്രാധാന്യം ഭൗതിക വിദ്യാഭ്യാസത്തിനും നൽകി വലിയ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നേടിയ വലിയ മഹാന്മാരായ, അല്ലെങ്കിൽ വലിയ പ്രതിഭകളായ ആളുകളായിരിക്കണം നമ്മുടെ കുരുന്നുകൾ എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ അക്ഷരമുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ലക്ഷക്കണക്കിന് കുരുന്നു മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിൽ വളർത്തുവാനും നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന വലിയ മുതൽക്കൂട്ടായി നമ്മിൽ നിന്ന് അല്ലാഹു നമ്മെ മക്കളെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.